ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്രൂട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-ഇയർ ഡിഗ്രി BSc മാത്സിന്റെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ബേസിക് ലീനിയർ ആൾജിബ്രയിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 22. ഷോ ദാറ്റ് സെറ്റ് u1, u2 ഈസ് an orthogonal basis for R2. R2 എന്നുള്ള വെക്ടർ സ്പേസിന്റെ ഒരു ഓർത്തോഗണൽ ബേസിസ് ആയിരിക്കും ഇത് u1, u2 എന്നുള്ള സെറ്റ് എന്ന് കാണിക്കുക. എന്താണ് u1, u2? u1 ഈക്വൽ ടു 2 - 3, u2 equal to 6, 4. നമുക്ക് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഇതെന്താണ്? R2 എന്നുള്ള വെക്ടർ സ്പേസിന്റെ ഓർത്തോഗണൽ ബേസിസ് ആണ് കാണിക്കുക. ബാക്കി എന്താണ്? Then express x as a linear combination of the u's. എന്നിട്ട് ഇവിടെ തന്നിരിക്കുന്ന x നെ u1, u2 ന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എക്സ്പ്രസ് ചെയ്യുക. നമുക്ക് കാണിക്കേണ്ടത് u1 ഉം u2 ഉം ഓർത്തോഗണൽ ആണെന്നാണ്. രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണ് കാണിക്കാൻ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 എന്ന് കാണിച്ചാൽ മതി. അപ്പൊ u1 ഡോട്ട് u2 0 എന്ന് കാണിച്ചാൽ നമ്മുടെ ആൻസർ ആയി. അപ്പൊ നോക്കൂ, നമ്മളിവിടെ u1 u2 എഴുതി. നോക്കൂ, u1 ഡോട്ട് u2 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 6. ഓക്കെ, 2 into 6 എന്തായിരിക്കും? അത് 12 ആണ് പ്ലസ്. പിന്നെ അടുത്ത എലമെന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. -3 into 4. അത് -12 ആണ്. ഓക്കെ, -12. അപ്പോൾ ഈ 12 പ്ലസ് മൈനസ് എന്താവും? മൈനസ് ആകും. 12 - 12 0 എന്ന് കിട്ടും. അതാണ് നമുക്ക് ഇവിടെ കാണുന്ന 12 - 12 = 0. അപ്പൊ u1 ഡോട്ട് u2 0 കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? u1 u2 ഈസ് an orthogonal set. Since the vectors are non-zero, u1 and u2 are linearly independent by theorem. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു തിയറം പ്രകാരം u1 ഉം u2 ഉം നോൺ സീറോ വെക്ടേഴ്സ് ആയതുകൊണ്ട് അതെന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, u1 ഉം u2 ഉം രണ്ട് വെക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ രണ്ട് കോളം മെട്രിക്സ് ആണ്. ഇത് രണ്ടും നോൺ സീറോ ആണ് എന്ന് പറയുമ്പോൾ എല്ലാ എലമെന്റ്സും സീറോ അല്ല. അതാണ് നോൺ സീറോ എന്ന് പറഞ്ഞ മീനിങ്. ഓക്കെ, അപ്പൊ u1 ഉം u2 ഉം സീറോ അല്ലാത്ത രണ്ട് വെക്ടേഴ്സ് ആണ്. രണ്ടും ഓർത്തോഗണൽ ആണ്. രണ്ടും തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ 0 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം? u1 ഉം u2 എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. Okay, but two such vectors in R2 automatically form a basis for R2. ഇനി നോൺ സീറോ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ സീറോ അല്ലാത്ത രണ്ട് വെക്ടേഴ്സ് അത് ഓർത്തോഗണൽ ആണെങ്കിൽ അത് R2 ന് എന്തായിരിക്കും? ഒരു ബേസിസ് ഫോം ചെയ്യും. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? സോ u1 u2 ഈസ് an orthogonal basis for R2. R2 ന്റെ ഒരു ഓർത്തോഗണൽ ബേസിസ് ആയിരിക്കും എന്ത്? u1 u2 എന്നുള്ള ഈ വെക്ടേഴ്സ്. നെക്സ്റ്റ്, ഇവിടെ തന്നിരിക്കുന്ന എക്സിനെ u1 u2 ന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതണം. അതിന്റെ മീനിങ് എന്താണ്? നമുക്ക് എക്സിനെ എങ്ങനെ എഴുതണം? x ഈക്വൽ ടു ഒരു c1 into u1 പ്ലസ് ഒരു c2 into u2 എന്നുള്ള രൂപത്തിൽ എഴുതണം. ഓക്കെ, ഇങ്ങനെ എഴുതിയ മീനിങ് എന്താണ്? എക്സ് എന്താണ്? u1 u2 ന്റെ ലീനിയർ കോമ്പിനേഷൻ ആണെന്നാണ് മീനിങ്. നോക്കൂ, ഇവിടുത്തെ c1 c2 എന്നുള്ളത് രണ്ട് നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ഈ u1 ന്റെ അടുത്തുള്ള നമ്പർ c1 ഫൈൻഡ് ചെയ്യാനുള്ള മെത്തേഡ് ഇതാണ്. എക്സിന് നമ്മൾ എങ്ങനെ എഴുതി? ഇതൊരു c1 ആയിട്ട് എടുക്കുക, c1 into u1 പ്ലസ് ഇതൊരു c2 ആയിട്ട് എടുക്കുക, c2 into u2. ഓക്കെ, അപ്പൊ ഈ c1 എന്നുള്ള നമ്പർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഇതാണ്. x ഡോട്ട് u1 ബൈ u1 ഡോട്ട് u1. അതുപോലെ u2 ന്റെ അടുത്തുള്ള നമ്പർ ഫൈൻഡ് ചെയ്യാനുള്ള മെത്തേഡ് ഇതാണ്. x ഡോട്ട് u2 ബൈ u2 ഡോട്ട് u2. അപ്പൊ നോക്കൂ, x ഡോട്ട് u1 എന്ന് പറഞ്ഞാൽ x നെയും u1 നെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ x ഡോട്ട് u1 എന്ന് പറയുമ്പോൾ 9 into 2 18. ആ 18 ആണ് കാണുന്നത് പ്ലസ്. അതേപോലെ -7 into -3 21 പ്ലസ് 21 ഡിവൈഡഡ് ബൈ പിന്നെ u1 ഡോട്ട് u1 ഉണ്ട്. u1 നോട് തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം എന്ന് പറയുമ്പോൾ 2 into 2 4 പ്ലസ് -3 into -3 9. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എല്ലാ നമ്പേഴ്സും നമ്മൾ ഇവിടെ എഴുതി, u1 നെ എഴുതി പ്ലസ് പിന്നെ x ഡോട്ട് u2 എന്ന് പറയുമ്പോൾ 9 into 6 54 പ്ലസ് പിന്നെ -7 into 4 അത് -28. അപ്പൊ അത് എഴുതി. അപ്പോൾ 54 പ്ലസ് -28 വരിക. അപ്പൊ 54 - 28. അതേപോലെ u2 ഡോട്ട് u2 എന്ന് പറയുമ്പോൾ u2 നോട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ 6 into 6 36 പ്ലസ് 4 into 4 16. ഓക്കെ, എന്നിട്ട് ഇവിടുത്തെ u2 നെ അതേപോലെ എഴുതി. നമുക്ക് നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 18 ഉം 21 ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടാം? 18 ഉം 21 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 18 പ്ലസ് 21 ഓക്കെ 39 കിട്ടും. അപ്പൊ ഈ നമ്പർ മേലെ നമ്പർ 39 ഡിവൈഡഡ് ബൈ ഈ 9 ഉം 4 ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടും. ഓക്കെ, അപ്പോൾ 39 by 13 u1 പ്ലസ്
ഇനി 54 നമ്മൾ 28 സബ്ട്രാക്ട് ചെയ്യാം. 54 മൈനസ് 28 ഇത് 14 ആകും. 14 8 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 26 എന്ന് കിട്ടും. അപ്പൊ ഇതെന്തായിരിക്കും? ഇത് 26 ഡിവൈഡ് ബൈ 36ഉം 16 ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടാം 52 എന്നാണ് കിട്ടുക, U2. അപ്പൊ നോക്കൂ, നമുക്ക് 39/13 U1 പ്ലസ് 26/52 U2 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 1. ഇനി 39 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. ഓക്കെ, എന്ന് പറയുമ്പോൾ 3/1 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ 3 എന്ന് കിട്ടും. 3U1 പ്ലസ്, ഓക്കെ, ഇവിടെ 3/1 3U1 പ്ലസ്, ഇനി 26നെയും 52നെയും കട്ട് ചെയ്യാം. നോക്കുക, 26നെ 26നോട് കട്ട് ചെയ്യുമ്പോൾ 1, 52നെ 26നോട് കട്ട് ചെയ്യുമ്പോൾ 2, 1/2. ഇവിടെ 1/2 വരും. അപ്പോൾ 1/2 U2. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ 3ന്റെ അടുത്തുള്ള U1ന് U1 എന്ന് കൊടുക്കാം. അപ്പൊ 3 into U1 പ്ലസ് 1/2 into U2. അപ്പൊ നോക്കൂ, X എന്നുള്ള ഈ മാട്രിക്സിനെ അല്ലെങ്കിൽ ഈ വെക്ടറിനെ നമ്മൾ എന്ത് ചെയ്തു? U1ന്റെയും U2ന്റെയും, അതായത് ഈ തന്നിരിക്കുന്ന രണ്ട് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതി. ഓക്കെ, അപ്പൊ X ഈക്വൽ ടു ഒരു C1U1 പ്ലസ് C2U2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ C1ഉം C2ഉം ഫൈൻഡ് ചെയ്യാനുള്ള മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് നമുക്ക് കിട്ടുന്നത്, ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഒരു തിയറമാണ്.